നമ്മളെ ജിമ്മിൽ പോകുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാലേ അവര് വർക്കൗട്ട് ചെയ്യാൻ പോകും. അപ്പൊ അവര് ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടായിരിക്കും വർക്കൗട്ട് ചെയ്യാൻ പോവുക. അവര് 2 ഡംബലും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ നോക്കും, ഞാൻ വല്ല വ്യത്യാസം എൻ്റെ ബോഡിയിൽ വന്നിട്ടുണ്ടോ, മസിൽസിനുള്ള ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. 1 ദിവസം ചെക്ക് ചെയ്യും, 2 ദിവസം ചെക്ക് ചെയ്യും, 3 ദിവസം ചെക്ക് ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്യും, 1 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യും. അപ്പോ 1 മാസം ചെക്ക് ചെയ്യുമ്പോഴേക്കും അയാളെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ജിമ്മിലെ കണക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാല് ഒരാള് 3 ആഴ്ചയിൽ കൂടുതൽ വന്നാലാണ് അയാൾ കണ്ടിന്യൂ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ എന്ന് അവർ പറയുന്നത്. ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്ന എൻ്റെ അനുഭവം തന്നെയാണ്. 1 മാസമെങ്കിലും തുടർച്ചയായിട്ട് വന്നെങ്കിൽ അയാൾ പിന്നെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ അയാൾക്ക് ആ ഒരു ബെനിഫിറ്റ് ഫീൽ ആവണമെങ്കിൽ ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ ഒരു 6 മാസം to 1 കൊല്ലം പിടിക്കും ശരിക്കും അതിന്റെ റിസൾട്ട് ശരീരത്തിൽ കണ്ടു തുടങ്ങാൻ. ഇതുപോലെ തന്നെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ കൂടുതലായിട്ട് ഈ ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള ബിസിനസ്സുകളാണ് ചെയ്യുന്നതും പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത്. പക്ഷെ ആളുകൾ എന്ത് പ്രതീക്ഷിക്കും? വന്നാൽ പിറ്റുന്ന തന്നെ നമ്മൾ വളർത്തുന്ന കോഴി മുട്ടയിടണമെന്ന് വിചാരിക്കുന്ന പോലെയുള്ള ഒരു മാനസികാവസ്ഥ പലരിലും കണ്ടിട്ടുണ്ട്. അതല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളർച്ചയാണ് ഒരാൾ പ്രതീക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അയാളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ചസ് മാറ്റം വരുത്താൻ സാധിക്കും. കാരണം നമ്മൾ ബോഡിക്ക് നേരത്തെ ജിമ്മിലെ കഥ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ്. കാരണം ഇയാളെ കുറിച്ച് സെൽഫായിട്ട് ഒന്ന് വിലയിരുത്തി ശരീരത്തിനും മനസ്സിനും അതിലേക്ക് കൊണ്ടുവന്ന് അത് ഒരു ബിസിനസ് മോഡലിലേക്ക് കൊണ്ടുവന്ന് സക്സസ് ആക്കണമെങ്കിൽ അതിൻ്റെ ഒരു മിനിമം ടൈം പിടിക്കും. ഇപ്പൊ ഞാനിവിടെ പഠിക്കുന്ന പലരോടും പറയാറുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് പഠിച്ചു എന്ന് തോന്നിയ ഉടനെ തന്നെ പോയിട്ട് ഷോപ്പ് തുടങ്ങരുത്. ഒരു 3 to 6 months നിങ്ങൾ 1-2 ഷോപ്പുകളിലൊക്കെ ഒരു എക്സ്പീരിയൻസ് എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളൊരു ബിസിനസ്സിന് പ്ലാൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ആക്കാൻ പറ്റും. ഞാനും അല്ലെങ്കിൽ എന്നെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലുള്ള നിങ്ങൾ നല്ലൊരു മെന്ററേയും ഒരു കോച്ചിനെയും കൂടി വെച്ച് നിങ്ങൾ അറിവില്ലായ്മകൾ എന്തൊക്കെയാണ് അതൊക്കെ പരിഹരിച്ച് ഒരു ബിസിനസ്സിന് വേണ്ട എല്ലാ ക്വാളിറ്റി നിങ്ങൾ ഉണ്ടാക്കി. കാരണം ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അയാൾ ജോലിക്ക് നിന്ന് സ്റ്റെപ്പായിട്ട് നിങ്ങൾ 1 year മൊത്തത്തില് നിങ്ങളുടെ ലൈഫിൽ എത്രയോ വർഷം നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി കളഞ്ഞിരിക്കുന്നു. നല്ലൊരു സക്സസിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ വലിയൊരു വിജയം ഉണ്ടാക്കാൻ പറ്റും. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലി സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് കുറേശ്ശെ നമ്മളെ സംബന്ധിച്ച് ഒരു 10th വരെയുള്ള ഒരു സബ്ജക്റ്റുകൾ ഒരു 10 വർഷമായിട്ടൊരു കുട്ടിക്ക് പഠിപ്പിക്കാൻ എന്താ കാരണം? അതങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ കയറുക. അപ്പൊ അത് അതിൻ്റെതായ സിസ്റ്റത്തിലൂടെ അതിൻ്റെതായ സമയമെടുത്ത് ചെയ്താൽ അത് ഓർഗാനിക് ഗ്രോത്ത് ആണ്, അത് നിലനിൽക്കും ചെയ്യും. ആ പണം ഉണ്ടായാൽ അത് നിലനിർത്താനും അയാൾക്ക് സാധിക്കും, അല്ലെങ്കിൽ പണം ഉണ്ടായാൽ അതേപോലെ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അത്തരത്തില് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് എന്ത് തന്നെ വിദ്യാഭ്യാസം അതിനുവേണ്ടി പോവുകയാണെങ്കിലും അത് ആ രീതിയിൽ ഉൾക്കൊണ്ടിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. കൺഗ്രാറ്റ്സ് ഫോർ ദ വാച്ചിങ്. വരട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. ഓക്കെ, ബൈ ബൈ.